ഞാൻ വന്നത് ചെറിയൊരു വേറെ കാര്യം പറയാനും കൂടിയായിരുന്നു. എന്ത്? അതായത് ഇത്തവണ ഓണം കളിക്കേ ഒരു സ്പോൺസർഷിപ്പ് തരണം. അത് 10-100 എന്താ വേണമെങ്കിൽ തന്നേക്കാം. അയ്യേ, ഞാൻ മറ്റേ നക്കാപ്പിച്ച സംഭാവനക്ക് വന്നല്ല, സ്പോൺസർഷിപ്പാണ് ചോദിച്ചത്. സ്പോൺസർഷിപ്പ് അതോടെ ഞാൻ വാക്ക് കൊടുത്തു പോയാ കേട്ടോ. നാട്ടിക്കല്ലേ പ്ലീസ്. തരാം. തരാന്ന് പറഞ്ഞല്ലേ? ആ എന്ന് പോയിക്കോളെ. ഓക്കെ. താങ്ക് യു. സെർവ് ചെയ്യണോ? ഞാൻ സെർവ് ചെയ്തോളാം. താങ്ക് യു മാം. പോരെ? ആ, സ്ഥിരമായിട്ട് നമ്മളോട് വരണ കാരണം നമ്മൾ ഹസ്ബൻഡ് ആൻഡ് വൈഫാണെന്ന് കരുതുമായിരിക്കുമല്ലേ? ഒരിക്കലും ഇല്ല. നമ്മൾ കണ്ട അങ്ങനെ തോന്നില്ലേ? ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആരാ സ്ഥിരമായിട്ട് കോഫി ഷോപ്പിൽ പോകാറില്ലേ? ആ, അത് ശരിയാ. പക്ഷേ ലവേഴ്സ് ആണെന്ന് വേണമെങ്കിൽ തോന്നൂട്ടാ. ആ, അത് ശരി. പിന്നെ നാളെയാണ് ഞാൻ തന്നെ അങ്ങോട്ട് വരുന്നത് പെണ്ണ് കാണാൻ വീട്ടിലേക്ക്. അവിടെ ഉണ്ടാവില്ലേ? ആയിക്കോട്ടെ. അല്ല, ഞാനിപ്പോൾ ഹാപ്പിയാണ്. മാട്രിമോണിയൽ സൈറ്റിൽ ഫോട്ടോ മാത്രം കണ്ട് കല്യാണം കഴിക്കണല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനൊന്ന് നേരിട്ട് കാണാൻ പറ്റുമെന്ന് ഇങ്ങനെ ചോദിച്ചത്. ഞാൻ ഹാപ്പിയാണ്. കല്യാണത്തിന് മുന്നേ ഇങ്ങനെ കുറച്ച് നേരം നേരിട്ട് കണ്ട് ചിലവഴിക്കാൻ പറ്റിയതുകൊണ്ട് നമുക്ക് അങ്ങോട്ട് മനസ്സിലാക്കാൻ പറ്റുമല്ലോ. എന്നിട്ട് ഞാനാദ്യം കാണാന്ന് പറഞ്ഞപ്പോൾ വലിയ മടിയായിരുന്നല്ലോ. അത് പിന്നെ കല്യാണത്തിന് മുന്നേ കാണാമെന്നൊക്കെ പറഞ്ഞാൽ ഞാൻ കുറച്ച് ഷൈ ആണ്. എന്നിട്ടിപ്പോൾ ഷൈനസ് ഒക്കെ മാറിയോ? കംപ്ലീറ്റ് ആയിട്ട് മാറിയിട്ടില്ല. അയ്യേ, അത് ഭാവിയിൽ പ്രശ്നമാവട്ടാ. എന്ത് പ്രശ്നം? അല്ല, ബോബൻ ഈ സ്കൂളിലും കോളേജിലും ഒന്നും പഠിച്ചപ്പോ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് ഒന്നും ഉണ്ടായിരുന്നില്ലേ? അങ്ങനെ എക്സ്ട്രാ കരിക്കുലർ ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ഒന്നും ഉണ്ടായിട്ടില്ല. അല്ല, ഈ ആർട്സോ സ്പോർട്സോ കഥകളി, ഭരതനാട്യം, ചെണ്ടമേളം അങ്ങനെയൊന്നും? പിന്നെ മമ്മി നിർബന്ധിച്ചിട്ട് ഭരതനാട്യം പഠിക്കാൻ പോയിരുന്നു. എന്നിട്ടാണോ? അങ്ങനെ കളിച്ചിട്ടൊന്നുമില്ല, ജസ്റ്റ് പഠിച്ചെന്നുള്ളൂ. 2 സ്റ്റെപ്പ് ഇട്ടെ. ഇപ്പഴാ? ആ ഭരതനാട്യം ഒന്നിങ്ങോട്ട് കളിക്ക്. എന്റെ ചമ്മല് മാറാനായിട്ട് മമ്മി വിട്ടതാ. ഇവിടെ വെച്ചാ ചമ്മൽ അങ്ങോട്ട് മാറട്ടെ. ഇവിടെ വെച്ചാ? ബ്രോ, അതെ, ഈ ഫോൺ സ്പീക്കർ കണക്ട് ചെയ്യാൻ പറ്റുമോ? അല്ല റോഷ്നി, സീരിയസ് ആയിട്ട് പറഞ്ഞാ? അതിന് ഭരതനാട്യം കളിക്കാനുള്ള സ്ഥലമൊന്നും ഇവിടെ ഇല്ലല്ലോ. ഉള്ള സ്ഥലത്ത് വെച്ച് കളിച്ചാൽ മതി. കണക്ട് ആയിട്ടുണ്ട്. ഏത് പറഞ്ഞാ കളിക്കണേ? വർണ്ണൊന്നും ഞാൻ പഠിച്ചിട്ടില്ല. അതിന്റെ തുടക്കം കുറച്ച് പഠിച്ചിട്ടുണ്ടെന്ന് മാത്രം. മമ്മി നിർദ്ദേശിച്ച് പോയതാ. ഇതാകുമ്പോ എല്ലാവർക്കും അറിയാം, സിമ്പിളാ. അതങ്ങനെ തോന്നിയ സമയത്തൊന്നും കളിക്കാൻ പാടില്ല. ഞാൻ കളിച്ച് കാണിച്ചു തരാം. എൻ്റെ സമയം വരട്ടെ. ഞാൻ ആദ്യമായിട്ടൊരു കാര്യം ആവശ്യപ്പെട്ടതാണ്. അത് പറ്റില്ലെന്ന് പറയാൻ പാടില്ല. റോഷിനി, ആർ യു സീരിയസ്? ഓഫ് കോഴ്സ്. തുടക്കം മുതൽ കളിക്കണം. ആടിക്കോളൂ. അലൈപായുതേ കണ്ണാ മനം അലൈപായുതേ ഉന്നാനന്ദ മോഹന വേണുഗാനമതിൽ അലൈപായുതേ കണ്ണാ മനം അലൈപായുതേ ഉന്നാനന്ദ മോഹന മറന്നു. നന്നായിരുന്നു. ഇപ്പൊ പ്രാക്ടീസ് ഒന്നും ചെയ്യാറില്ലല്ലേ? അല്ല, മമ്മി നിർബന്ധിച്ചപ്പോ ഷൈനസ് മാറാനേ. എന്നാലും നല്ല ടാലന്റ് ഉണ്ട്. നൃത്താധ്യാപകർ പറയാറുണ്ട്. ഞാനും പഠിച്ച ഭരതനാട്യം. പക്ഷേ ഇപ്പൊ പ്രാക്ടീസ് എനിക്കില്ല. നമുക്കൊന്ന് ഇറങ്ങിയാലോ? ഇറങ്ങാം. പോവാം. ഷൂസ്. ഞാൻ ഡാൻസ് ക്ലാസിന്റെ ഓർമ്മയില് മറവേണ്ടല്ലേ. ആ ബില്ല് കൊടുക്കാൻ മറക്കണ്ട. എന്നുമെന്റെ പൂവനത്തിൽ പൂവിനായി വന്നവളെ, എന്നുമെന്റെ പൂവനത്തിൽ പൂവിനായി വന്നവളെ, എന്തെല്ലാം പൂക്കൾ വേണം എന്നോട് ചൊല്ലുമെന്നേ, എന്തെല്ലാം
എല്ലാം പൂക്കൾ വേണം എന്നോട് ചൊല്ലു പെണ്ണേ പൊന്നോണ പൂക്കളം തീർക്കാൻ പൂ വേണോ പൊന്നോണ പൂക്കളം തീർക്കാൻ പൂ വേണോ പൂ തരാം എന്നും എന്റെ സ്പോൺസർഷിപ്പില്ലേ? പൂവിനായി വന്നവളെ എന്നും എന്റെ സ്പോൺസർഷിപ്പ് വേണ്ടേ? പൂവിനായി വന്നവളെ എന്തെല്ലാം സ്പോൺസർഷിപ്പ് വേണമെന്ന്. സ്പോൺസർഷിപ്പിന്റെ കാര്യമാണോ നീ പറഞ്ഞത്? ബോബി വന്നേക്കണ സ്പോൺസർഷിപ്പ് വരാൻ വേണ്ടിട്ടാണ് കൈയൊട്ടി കളിക്ക്. അയ്യോ അതെ, ഈ മാമ്പള്ളി കൺസ്ട്രക്ഷന്റെ ഫ്ലക്സ് ഉണ്ടല്ലോ, അത് നമ്മൾ ഗ്രൗണ്ട് കുറച്ച് 30 എണ്ണം വെക്കും. പിന്നെ ആർച്ചിൽ നല്ല കിട്ടുക്കാച്ചിയായിട്ട് മാമ്പള്ളി വെക്കും. ഇതൊന്നും പോരാഞ്ഞിട്ട് നോട്ടീസിന്റെ ബാക്കിൽ നമ്മൾ മാമ്പള്ളി വെക്കും. ഇതിലെല്ലാം ഉപരി ഞങ്ങളുടെ സ്പെഷ്യൽ ആയിട്ടുള്ള സംഭവം എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ അവതരണ ഗാനം ഉണ്ടല്ലോ, അതിന്റെ ഒരു 4 വരി നിങ്ങളുടെ കമ്പനിയെ കുറിച്ചായിരിക്കും. മാമ്പള്ളി കൺസ്ട്രക്ഷൻസ് സൂപ്പർ ആണ്, മാമ്പള്ളി കൺസ്ട്രക്ഷൻസ് സൂപ്പർ ആക്കും. എങ്ങനെയുണ്ട്? അതിന്റെ ആവശ്യമൊന്നുമില്ല. ലോകനാണാ പുള്ളിയാണ്ടാ. അത് ചേട്ടൻ ഭയങ്കര ബുദ്ധിമുട്ടിയാണ് കൈകൊട്ടി കളി നടത്തണമെന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ സ്പോൺസർഷിപ്പ് തരാമെന്ന് വിചാരിച്ചത്. ബുദ്ധിമുട്ടാണ്, വളരെ ബുദ്ധിമുട്ടാണ്. സജീവന് കാര്യങ്ങളൊക്കെ അറിയാം. ഒരുപാട് ആൾക്കാരുടെ ഞാൻ കെഞ്ചി ഒരു സ്പോൺസർഷിപ്പിന് വേണ്ടി. ഇതിപ്പോ ആർക്കും വേണ്ടാത്തൊരു ഐറ്റം ഉള്ള. അങ്ങനെ ആർക്കും വേണ്ടാത്ത ഐറ്റം ഈ സ്പോൺസർഷിപ്പ് പോകും കേട്ടോ. അല്ല, അങ്ങനത്തെ ആർക്കും വേണ്ടാത്ത ഐറ്റം അല്ല. അല്ല വേണ്ട ചേട്ടൻ ബുദ്ധിമുട്ടുണ്ടോ? ഇതാണ് സ്പോൺസർഷിപ്പ് എമൗണ്ട്. ഓ അയ്യോ അനിക്കുട്ടാ, 2.5 ലക്ഷം സ്പോൺസർഷിപ്പ് ചേട്ടാ ഇത് 25,000. അതിനുള്ള അർഹത എനിക്കുണ്ട് എന്തായാലും. പിന്നെ ഞങ്ങൾക്കൊരു ഡിമാൻഡ് ഉണ്ട്. പറഞ്ഞോ, എന്താണെങ്കിലും പറഞ്ഞോ. അതെ ചേട്ടൻ്റെ ഈ ട്രൂപ്പിൽ സജീവനെ ഒന്ന് ചേർക്കണം. അയ്യോ ഇവനെ അല്ല, എനിക്ക് ഇത്തരം തനത് കലാരൂപങ്ങളോട് താല്പര്യം ഉണ്ടല്ലോ. ഓ എന്നെ ട്രൂപ്പിലെടുത്തില്ലെങ്കിൽ ഇതിന്റെ സ്പോൺസർഷിപ്പ് ഞാൻ കളയും. അനിക്കുട്ടാ നീങ്ങ വന്നേ, ഒരു മിനിറ്റ് വാ. അതെ, ഒരു സന്തോഷ വാർത്തയുണ്ട്. നമുക്കൊരു സ്പോൺസർഷിപ്പ് കിട്ടിയിട്ടുണ്ട്. പിന്നെ ചെറിയൊരു പ്രശ്നമുണ്ട്. ഈ സ്പോൺസർഷിപ്പ് നമുക്ക് കിട്ടണമെങ്കിൽ ഞാൻ നിൽക്കുന്ന സജീവനില്ലേ, അവനെയും കൂടി കളിക്കാൻ കൂട്ടണം. അങ്ങനെ അവനും കൂടി നമ്മുടെ ഇടയിട്ട് വന്നു കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ കൂട്ടത്തിൽ നിന്ന് ഒരാൾ മാറേണ്ടി വരും. സുനി, ഞാൻ മാറൂലേട്ടാ, എന്റെ പെണ്ണുമ്പളി വീട്ടിലൊക്കെ കളിയാണം വരും. എടാ, നമ്മുടെ മറ്റേ 3ാമത്തെ സ്റ്റെപ്പില്ലേ, അതാണ് കളിക്കുന്നത് കേട്ടാ. അതെ, ഞാനൊരു കാര്യം പറഞ്ഞേക്കാം, എല്ലാരും കൂടി എന്നെ മാറ്റരുത് കേട്ടോ. സൂചേട്ടാ ആരും വിഷമിക്കണ്ട, ഞാൻ മാറിക്കോളാം. ഈ കലാരൂപം ഇത്തവണ അരങ്ങേറണം, എനിക്കത്രേ ഉള്ളൂ. എന്നെ എന്തിനാണ് ഇങ്ങനെ നോക്കണത്? എൻ്റെ വിഷമമൊക്കെ ഞാൻ എങ്ങനെയെങ്കിലും കടിച്ചിറക്കിക്കോളാം. അനിക്കുട്ടാ, നീ രാഘവേട്ടന്റെ മോൻ തന്നെയാടാ. എല്ലാം അച്ഛൻ്റെ ആത്മാവ് കാണുന്നുണ്ടല്ലോ നോക്കുമ്പോഴാണ്. അനിക്കുട്ടാ, നീ എന്നെങ്കിലും തെന്നിപ്പിക്കല്ലേ. ശരിയാടാ, ചേട്ടൻ കണ്ടിന്യൂ ചെയ്തോ, ഞാൻ നോക്കിക്കോളാം എൻ്റെ വിഷമമൊക്കെ. താങ്ക് യു. വാ സൂചിച്ചേട്ടാ, നമുക്ക് പ്രാക്ടീസ് തുടങ്ങാം. എനിക്കൊരു സ്പെഷ്യൽ പരിഗണനയൊക്കെ തരണം കേട്ടോ. നിനക്ക് ഞാൻ എന്തായാലും തരും. ഇവൻ കാരണം ഈ കളി അന്യം നിന്ന് പോകരുത്. അപ്പൊ തുടങ്ങിയാലാ? ഓക്കെ, എന്ന് വിളിച്ച് അരികിൽ ചെന്നു പേര് പറ, മൈക്കിൽ പാടണ പോലത്തെ ലൗഡില എന്നുള്ളില് പേരും പച്ചന കാണിക്കും. ഹാപ്പി ആയില്ലേ? എടാ, നീയൊക്കെ വന്നപ്പോ തന്നെ ഇവിടെ പ്രാക്ടീസ് നിന്നു. നന്നായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഡാൻസ് ട്രൂപ്പാണത്, നശിപ്പിക്കരുത്. നശിപ്പിക്കാനല്ല, മൊത്തത്തിലൊന്ന് റീബ്രാൻഡ് ചെയ്യാനാണ് എൻ്റെ പ്ലാൻ. എന്തോ എങ്ങനെ? എടാ അനിക്കുട്ടാ, നീ ഇപ്പോഴും ഇതിനകത്തൊരു മെമ്പറായിട്ടില്ല. ഒന്നാമത്തെ കാര്യം, കൃത്യസമയത്ത് ഇവിടെ പ്രാക്ടീസിന് വരണം. രണ്ടാമത് നന്നായി പെർഫോം ചെയ്യണം. എന്നാലും നിന്നോട് അടുത്ത് ഉദ്ദേശിക്കുന്നുള്ളൂ, മനസ്സിലായോ? നെഞ്ചിലായി. നീ വെറ്റിലിറങ്ങി കൊണ്ടുവന്നണ്ട. നീ മുറുക്കും തുടങ്ങിയ? നീ ഹാൻസൊക്കെ വെക്കുമെന്ന് എനിക്കറിയായിരുന്നു, ഇപ്പൊ മുറുക്കും തുടങ്ങിയേക്കണ്. ദക്ഷിണ വെക്കാനടാ, നീ ഓരോക്കെ വന്നെന്ന് എനിക്കറിയാം. ഒരു കാര്യം ചെയ്യ്, നീ അവിടെ പോയി നില്ല്, എന്നിട്ട് ഇവർ ചെയ്യുന്നത് കണ്ട് പഠിക്ക് കേട്ടാ. ഓക്കെ, നമുക്ക് നോക്കാനിതാ. അവിടെയല്ല, ബാക്കിൽ ബാക്കിൽ. ആ ബാക്കിൽ, ഏറ്റവും ബാക്കിൽ, കോർണർ കോർണറിൽ. ആ ഇവിടെ, അവിടെ അവിടെ. Girls and boys, get ready. Okay, ready? Come on. എന്നുടെ ഈ റൺവേയിൽ കേറി സാറ്റ് കളിക്കല്ലേ, കൂനി
വലിയ സ്നേഹപ്പാരയിൽ ഞാൻ ആ നിരയെ കോർക്കല്ലേ ഓ എൻ തമ്പ്ര എന്നു വിളിച്ച് അരികിൽ ചെന്നു പേര് പറ മൈക്കില് പാടണ പോലത്തെ ലൗഡില എന്നുള്ളില് പെരും പറ ഉഡായിപ്പുകളുടെ പച്ചന കാണിക്കുന്നതെല്ലാം എലാഞ്ചന പഠിച്ചു ചെയ്യുന്നതോ വഞ്ചന നിന്നെ വളച്ചൊടിക്കുവാൻ ആലോചന അവനവന് വെച്ചതു തിന്നാ പോരെ എല്ലാത്തിലും കൂടെ കൈയിടല്ലേ മക്കളെ കട്ടൻ ചായ റെഡിയാണ്. ചിന്ത കൊണ്ടു നീ കണ്ടിടത്തെല്ലാം തലയിടല്ലേ. നീ ഇതവിടെ പോ. നിന്നെ ഞാൻ നോക്കി നീ അതോടെ വന്ന് നിൽക്കൂല. ഒരു ഗ്യാപ്പ് ഇട്ട് ചവിട്ടി അതിനെ പുറത്താക്കും. ഇവനിത് എവിടേക്ക് പോകണം? അവൾ ഒറ്റയ്ക്കല്ലേ ചായ കൊടുന്ന് ഇത്ര കാലം? അതെ നാളെ ഒറ്റക്കാരൻ ഇനി എനിക്കൊട്ടുണ്ടാവും. അതിന് അതിന് അധികം ഭാഷയിലാണ് വെച്ചാല് നിന്റെ കൈയും കാലം തല്ലി പിടിക്കും. നീ പടവട്ടി. ചായ കൊണ്ടുണ്ടോ? ഞാൻ പിടിക്കാം. വേണ്ട, ഞാൻ പിടിച്ചോളാം. അതെ, നീ എന്തിനാണ് ഈ മിൽട്ടൻ്റെ അടുത്ത് തൊട്ടൊരുമയൊക്കെ ഡാൻസ് കളിക്കണം? അത് ഡാൻസ് അല്ലേ? എന്നാ ആരും കാണാണ്ട് എനിക്കൊരു ഉമ്മ. ഇപ്പോഴോ? ഇപ്പൊ തന്നെ മാവേലി വന്നാട്ടെ മലനാട്ടിൽ വന്നാട്ടെ, മാവേലി വന്നാട്ടെ മലനാട്ടിൽ വന്നാട്ടെ, അണിഞ്ഞൊരുങ്ങും കേരളം കണി കാണാൻ വന്നാട്ടെ, അണിഞ്ഞൊരുങ്ങും കേരളം കണി കാണാൻ വന്നാട്ടെ, മാവേലി വന്നാട്ടെ മലനാട്ടിൽ വന്നാട്ടെ, അണിഞ്ഞൊരുങ്ങും കേരളം കണി കാണാൻ വന്നാട്ടെ, മാവേലി വന്നാട്ടെ മലനാട്ടിൽ വന്നാട്ടെ, അണിഞ്ഞൊരുങ്ങും കേരളം കണി കാണാൻ വന്നാട്ടെ. അയ്യോ അടിപൊളി ചേച്ചി. ഈ സീസൺ നമ്മൾ പൊരിക്കും. ഡാനിക്കുട്ടാ, നാളെ ഗാന്ധിയാറിലെ പണി. നീ അവിടെ ചെന്ന ടൈലിനൊന്ന് ഓർഡർ കൊടുത്തേക്കണേ. അത് ഞാൻ കൊടുത്തോളാം. ഇതിന് പറ്റിയൊരു പിക്കപ്പ് ലൈൻ ഞാൻ പറയട്ടെ. എലിയെ പിടിക്കാൻ കെണി, മുട്ടി വിളിക്കാൻ മണി, ഇത് കാശില്ലാത്ത പണി. എന്ന് വെച്ചാൽ ഇവിടെ പണി തുടങ്ങുന്നതിന് മുന്നേ ആ വീട്ടുകാരെ ഇന്ന് മൊത്തം കാശ് മേടിച്ച് സൂചിച്ചേട്ടെ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നീ നാളെ ചെന്ന ടൈലിന് ഓർഡർ കൊടുത്തില്ലെങ്കിൽ അങ്ങേരൻ്റെ വീട്ടിലേക്ക് വരും. ചേട്ടാ ധൈര്യമായിട്ടിരിക്കും, ഞാൻ ചെല്ലാന്ന്. ഓ എടാ സജീവ, എന്തോ ഞാനൊരു പിക്കപ്പ് ലൈൻ പറയട്ടെ. ആ പറയട്ടെ. നീ ശ്രദ്ധിച്ച് കേൾക്കണം. ആ ഓടിക്കാൻ വണ്ടി, ആ നീ ഒരു തെണ്ടി, തകർക്കും ഞാൻ നിന്റെ ചേട്ടാ ആവശ്യമുള്ള ബാ പോകാ. സുഖം എടുക്കട്ടെ. എന്റെ ചെരുപ്പും കൂടി എടുത്തു. അയ്യേ അപ്പൊ ചേച്ചേ നാളെ കാണാം. ശരി ആ അപ്പൊ ശരി. മറക്കല്ലേ. ഗാന്ധിയാർ വാ 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 എല്ലാരും വാ. മതി മതി മതി. ഹലോ അനിയേട്ടാ. ഞാനേ ഒരു കാര്യം ചോദിക്കാൻ വേണ്ടി വിളിച്ച. ഈ ഇനി ചായ എടുക്കാൻ പോകുമ്പോ എല്ലാ ദിവസവും വരും. അതൊക്കെ തരാം, പക്ഷെ ഒരു കണ്ടീഷൻ ഉണ്ട്. ഞാനും തിരിച്ചു തന്നല്ലേ? നാളെ മെഡിക്കൽ ഷോപ്പിലേക്ക് ഒന്ന് വരണം. എനിക്ക് സീരിയസ് ആയിട്ടുള്ളൊരു കാര്യം സംസാരിക്കാനുണ്ട്. ഹലോ, സീരിയസ് ആയിട്ടാ? സീരിയസ് ആയിട്ട് കിടന്നു തുടങ്ങാം. എന്തായി? എനിക്ക് അനിയേട്ടനോട് ഒരു കാര്യം പറയാനുണ്ട്. ബോബിയും കേൾക്കണം. മിൽട്ടൺ ചേട്ടൻ ഒരുപാട് നിർബന്ധിച്ചിട്ട് ഞാൻ എൻ്റെ പാസ്പോർട്ട് കൊടുത്തിട്ടില്ല. അനിയേട്ടനെ എടുക്കാണ്ട് ഞാനും ഉണ്ടാവില്ലെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതറിയാലോ? പക്ഷെ ഇവൻ അവിടെ ഓൾറെഡി സെലക്ട് ചെയ്തല്ല. അതാണല്ലോ പ്രശ്നം. മിൽട്ടൺ ചേട്ടൻ അനിയേട്ടനെ എടുത്തത് ഇഷ്ടമായിട്ടില്ല. അതെനിക്കും അറിയാം. ഇനിയിപ്പോൾ പാസ്പോർട്ടിൻ്റെ കോപ്പിയും ചോദിച്ച് എഗ്രിമെൻ്റ് ഒപ്പിടിക്കാനായിട്ട് മിൽട്ടൺ ചേട്ടൻ വരും. ഞാനത് ഒപ്പിട്ട് കഴിയുമ്പോഴേക്കും അനിയേട്ടനെ എങ്ങനെയെങ്കിലും ഒഴിവാക്കാൻ നോക്കും. അതിനിട വരുത്തരുതേ. അനി ആനന്ദമാണെന്ന് നീ പറയണത്? മിൽട്ടൺ ചേട്ടൻ എന്ത് കാണിച്ചാലും നമ്മൾ ഒഴിഞ്ഞു മാറി നിൽക്കണം. ഇത് നിനക്ക് ഭ്രാന്താണ്. അവൻ മനഃപൂർവ്വം എന്നെ ചൊറിയാൻ തന്നെയല്ലേ? അതല്ലേ ഞാൻ പറയണത്. മിൽട്ടൺ ചേട്ടൻ എന്ത് കാണിച്ചാലും നമ്മൾ ക്ഷമിച്ചടങ്ങി നിൽക്കണം. പ്രാക്ടീസിന് കൃത്യമായിട്ട് എത്തണം. ഇല്ലെങ്കിൽ അതും പറഞ്ഞിട്ട് പുറത്താക്കും. ഇത് വലിയ ശല്യമല്ലേ ഇത്? അനിയേട്ടനെ ട്രൂപ്പിൽ എടുക്കാത്തതുകൊണ്ട് ഞാൻ ഇതുവരെ എഗ്രിമെന്റ് ഒപ്പിട്ടിട്ടില്ല. ഇനിയിപ്പോൾ എഗ്രിമെന്റ് ഒപ്പിടേണ്ടി വരും, പാസ്പോർട്ടും കൊടുക്കേണ്ടി വരും. പിന്നെ എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റൂല. വഴക്കുണ്ടാക്കി അനുചേട്ടൻ അമേരിക്കയിൽ വന്നില്ലെങ്കിലും എനിക്ക് എന്തായാലും പോകേണ്ടി വരും. അതുകൊണ്ടാണ് ഞാൻ പറയണത്, മിൽട്ടൺ ചേട്ടൻ്റെ അടുത്ത് പ്രശ്നമൊന്നും ഉണ്ടാക്കാതെ പ്രാക്ടീസിന് കൃത്യമായിട്ട് വരണം എന്ന്. അനിയേട്ടനില്ലാണ്ട് അമേരിക്കയിലേക്ക് പോകേണ്ടി വന്നാൽ ഞാൻ തിരിച്ചു വരൂല. സത്യമായിട്ടും തിരിച്ചു വരൂല. എന്താണത്? വല്ലതും പറ.
പെണ്ണാണെന്നോട്ട് പോയിട്ട് ചേട്ടനമ്മനെ കാണാനില്ല, അവിടെ താമസമെന്ന് തോന്നല്ലേ. വിളിച്ചോക്കടാ. എടാ ബോബി, ആ കല്യാണം ഉറപ്പിച്ചേട്ടാ. എന്താണ്? എടാ കല്യാണം ഉറപ്പിച്ചെന്ന്. കൊച്ചാപ്പൻ്റെ വീട്ടിൽ കയറിയതുകൊണ്ടാ ലേറ്റ് ആയത്. ഞങ്ങൾ അങ്ങോട്ട് തന്നെയാണ്. ഓക്കെ, അത് കലക്കി. മേയർ സൗദാമിനി ജോസിന്റെ മോളായിട്ട് ചേട്ടന്റെ കല്യാണം ഉറപ്പിച്ച്. അടിപൊളി. എടാ അപ്പൊ പെണ്ണുകാണാൻ നീ കൂടെ ചെന്നില്ലെങ്കിൽ കല്യാണം ഉറപ്പിക്കാൻ പറ്റുമെന്ന് ബോബേട്ടൻ പറഞ്ഞ സത്യമുള്ളേ. ഒന്ന് പോടാണെന്ന് ഉറപ്പിക്കട്ടെ അവര്. എങ്ങനെയെങ്കിലും ചേട്ടൻ്റെ കല്യാണം നടക്കട്ടെ. പെണ്ണേ ഏത് കോലത്തിലാണെങ്കിലും എനിക്കൊരു കുഴപ്പമില്ല, പോരെ? അപ്പൊ പറഞ്ഞോണ്ട് ചോദിക്കാം. എന്താന്നാ മിനിമം 2 റൗണ്ട് അടിച്ചിട്ട് തന്നാലാണ് ആ മിലിറ്ററി സഹിക്കാൻ പറ്റുള്ളൂ. ഡാൻസ് പ്രാക്ടീസ് ആണ്. ആ പ്രാക്ടീസിനോടെ ഞാൻ ബൈക്ക് എടുക്കട്ടെ കേട്ടോ. അതെ അതെ, പതിക്കോടിക്കട്ടെ എൻ്റെ പൊന്നോ. ഞാൻ പറഞ്ഞിരുന്നല്ലോ, അത് ഓക്കെയാണ്. ചേച്ചി ചേച്ചി, അവിടെ പോലീസ് ഉണ്ടാ? അവിടെ പോലീസ് ഉണ്ടാ? പോവല്ലേ, നോക്കിയിട്ട് പറയാം. ചേച്ചി പോലീസായിരുന്ന? ഇതിന്റെ താക്കോൽ എവിടെയാടാ? താഴെ. നീ OMR അടിച്ച് കയറ്റിട്ടുണ്ടല്ലേ? മദ്യപിച്ച് വാഹനം ഓടിക്കൽ. മദ്യപിച്ച് വാഹനം ഓടിക്കലെന്ന് അറിയാൻ പാടില്ലേ? അറിയാം സാറേ, പറ്റിപ്പോയി. ഇനി എല്ലാം ആവർത്തിക്കൂല. മേല അല്ലെങ്കിലും ആവർത്തിക്കരുത്. ഇപ്പൊ ആവർത്തിച്ചതിന് നമുക്കൊന്ന് ശേഷം വരെ പോവാം. അയ്യോ, ഒന്ന് പറഞ്ഞു കൊടുക്കുക ചേച്ചി. അല്ല സാറേ, സാറ് വല്ല സ്റ്റേഷനിലോട്ട് ഞങ്ങൾ കുറേ വന്നോളാം. സാറേ എന്തെങ്കിലും മാർഗമുണ്ടോ? പോയിട്ടൊരു അത്യാവശ്യം ഉണ്ടായിരുന്നു. എന്ത് മണോടാ? ഞാൻ ബോധം കെട്ടി വിടുവല്ലോ. എന്നത് വെച്ചോ മണം അറിയൂല. ഹെൽമെറ്റിന് ഇങ്ങനൊരു ഉപയോഗം ഉണ്ടായിരുന്നല്ലേ. കേറ്. ഇത് എവിടെയാണത് കുത്തേണ്ടത്? താഴെയാണ്, താഴെ. ഇത് ഓൺ, ഈ ഓഫിൽ കിടക്കുന്ന സ്വിച്ച് ഇങ്ങോട്ട്. അവിടെ ഇല്ലല്ലോ, ഒന്ന് സ്റ്റാർട്ട് ആക്കിയാടാന്ന്. ഞാൻ ഓടിച്ചാൽ മതിയോ? എന്താന്ന്? ഇതിനകത്ത് കൊണ്ടുപോയിക്കും. മദ്യപിച്ച് വാഹനം ഓടിച്ചാണ്. അങ്ങനെ ഈ വണ്ടി ഒന്നും കൊണ്ട് വെച്ചിട്ടുണ്ട്. എന്ത് സാറേ കേസ്? മദ്യപിച്ച് വാഹനം ഓടിച്ചതാ. ഇവനും മദ്യപിച്ച് വാഹനം ഓടിച്ചാണ്. അങ്ങോട്ട് മാറിയേക്ക്, വിളിക്കാം. ഹലോ. മേഡം. ഓക്കെ മേഡം. ആരാടാ ഈ കൂട്ടത്തിലെ ടോണി കുര്യൻ? ഞാനാ സാറേ. നിന്നെ ഇപ്പൊ വിട്ടേക്കണം പറഞ്ഞ് മേയറാ വിളിച്ചത്. നീ പൊക്കോ. ആരെങ്കിലും ഉണ്ടെങ്കിൽ വന്ന് ഇറക്കിക്കൊണ്ടു പറയടാ. എടാ എന്നെ പോലീസ് വിളിച്ചിട്ടാ സ്റ്റേഷനിലാണ്. നീ ബോബേട്ടനെ വിളിച്ചിട്ട് ആ മേയർ സൗദാമിനി ജോസിനെ കൊണ്ട് SI ഒന്ന് വിളിപ്പിക്കണം. വേണം. ഒന്ന് പോയിടാന്ന് അവരുടെ ജസ്റ്റ് പരിചയപ്പെട്ടുള്ളൂ. അപ്പം തന്നെ അവർ വിളിച്ചിട്ട് നിന്നെ അവിടെ നടക്കാനാ പോലീസ് സ്റ്റേഷനിലൊക്കെ? നടക്കൂല. അപ്പം പിന്നെ എന്ത് ചെയ്യും? നീ ഒരു പണിയേ, ഇന്നെന്തായാലും പെണ്ണാളിലുണ്ടായിരുന്നതുകൊണ്ട് എന്തായാലും ചേട്ടനൊന്നും അടിച്ചിട്ടുണ്ടാവില്ല. ഞങ്ങൾ അങ്ങോട്ട് വരാം, വെച്ചില്ലേ? അതെ, വേണോട്ടാ. ശരിയാ, പോലീസുകാരൊന്നും ചെയ്യല്ലേ? ഒന്നും ചെയ്യൂല. പെട്ടെന്ന് വന്നോട്ടാ. സൂചേട്ടാ എന്തേ? നീ എവിടെടാ? ഞാനിവിടെ ഈ ഡാൻസ് പ്രാക്ടീസിലാണ്. മോനെ, നീ നാളെ എന്തായാലും ഗാന്ധിയാറിലെ വീട്ടിൽ പണിക്കല്ലോട്ടാ. അയാൾ ഇപ്പോഴും കൂടി എന്നെ വിളിച്ചിട്ടുണ്ടായി. നീ ചെന്നില്ലെങ്കിൽ അയാൾ എന്നെ നാളെ കൊല്ലൂടിയിട്ട്. ആന്ന് ചെല്ലാന്ന്. ഓക്കെ ഓക്കെ.
അനുകൂടെ വിളിക്കണ്ട്. അവള് പറഞ്ഞ കിടക്കടി ഫോൺ ചെയ്തിട്ട് പറഞ്ഞോളൂ പറഞ്ഞേക്കാണ്. ഓരോ ഹലോ അനിയേട്ടാ. ആ അനിതേ, എനിക്ക് ഇന്ന് പ്രാക്ടീസിന് വരാൻ പറ്റില്ലോട്ടോ. ആഹാ, ഇങ്ങനെ പോവാണെങ്കിൽ മിൽട്ടൺ ചേട്ടൻ എന്തായാലും അനിയേട്ടനെ പുറത്താക്കും. ഞാൻ ഒപ്പിടാൻ പോവാ. ഈ കഷ്ടപ്പെട്ടതൊക്കെ വെറുതെയോ? എടി, ഞാൻ വെള്ളം ഒടിച്ച് വണ്ടി ഓടിച്ചിട്ട് എന്നെ പോലീസ് പിടിച്ച്. അയ്യോ, ഞാനിപ്പോൾ സ്റ്റേഷനിലാണ്. ഇനിയിപ്പോ എന്ത് ചെയ്യും? ബോബേട്ടനെ കൊണ്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അവരുടനേക്ക് എത്തുവോ? വരാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ നോക്കിയിരിക്കുകയാണ്. ബോറടിക്കണോ? പോലീസുകാരുടെ അടികൊള്ളാണ്ട് നോക്കിയിരിക്കുക അവിടെ. കേസായ വിസ കിട്ടുമോ? അയ്യോ, പോലീസായിരുന്നു എനിക്ക് വിഷയമല്ല. എനിക്കിപ്പോൾ നിന്നെ മിസ് ചെയ്യണം. നീ ഒരു പാട്ട് പാടിയേ. ടെൻഷൻ അടിച്ച് നിൽക്കുമ്പോഴോ? എന്നെ കൊണ്ടൊന്നും പറ്റില്ല. അങ്ങനെ പറയല്ല മുത്തേ, ഒന്ന് പാട് പ്ലീസ്. ഏത് പാട്ട്? വേറെ ഏത് പാട്ട്? എൻ്റെ ഫേവറേറ്റ്. നിന്റെ ചിലിച്ചിലിച്ചിലെങ്കിലേ ഒന്ന് പാട്. ശരി, പാടാം. പാട്ട് ഇഷ്ടായോ? ഹലോ, ചേട്ടാ, അത് നമ്മൾ എന്തു പറഞ്ഞിറക്കും? കാല് പിടിച്ചു നോക്കാം, വേറെ എന്ത് ചെയ്യാനാ? വാ സാർ. എന്താണ് ഈ വഴിക്കൊക്കെ? ഇരിക്കി, വാ ഇരിക്കുന്നേ. മേയറുടെ മോളോട്ട് കല്യാണം ഉറപ്പിച്ചവരൊക്കെ ഞാൻ അറിഞ്ഞു കേട്ടാ. താങ്ക് യു സാർ. ഞാനും മേയറോട്ട് അത്രയ്ക്ക് അടുപ്പത്തില്ല. പിന്നെ വന്ന കാര്യം പറഞ്ഞില്ല. ഈ നിൽക്കുന്ന അനിക്കുട്ടൻ എനിക്ക് വേണ്ടപ്പെട്ട ആളാ. അവനൊന്ന് വിട്ടുകിട്ടിയിരുന്നെങ്കിൽ. ഇവൻ ആ ഇത്തരക്കാരോട്ടുള്ള ബന്ധങ്ങളൊക്കെ നമുക്ക് വേണോ സാറേ? എല്ലാം ഓരോ ബന്ധങ്ങളാണല്ലോ സാറേ. നിർബന്ധമാണെ കൊണ്ടുവയ്ക്കോ. താങ്ക് യു സാർ. പൊക്കോടാ. ഓക്കേടാ. വളരെ പോരാ. കല്യാണം നമുക്ക് ഉഷാറാക്കണം. ആയിക്കോട്ടെ. എന്തു പറ്റിയടാ? ആകെ കുഴപ്പമായിരുന്നു. എന്താ പറ്റിയെന്ന് പറ. ഫുൾ ടെൻഷനാണെന്ന് എനിക്ക്. എടാ, എന്നെ പോലീസ് പറഞ്ഞിട്ടില്ലേ, പിന്നെ നീ എന്തിനാ ടെൻഷൻ അടിക്കണത്? എടാ തല്ലടാ. ബോബുച്ചേട്ടൻ്റെ കല്യാണം നിശ്ചയിച്ചിട്ടില്ലേ? പെൺകുട്ടിയില്ലേ? പെൺകുട്ടീനെ എനിക്കറിയാം. അതിന് എടാ, അവള് ഒരു മോശം പെണ്ണാണ്. തുടങ്ങിയവൻ എൻ്റെ പൊന്നനിക്കുട്ടൻ, നീ ഞാൻ പറയണമെന്ന് വിശ്വസിക്കരുത്. നോക്കിയേ, അതുകൊണ്ടാണ് എനിക്ക് ഫോട്ടോ കണ്ടപ്പോൾ സാധനത്തിന് എനിക്ക് മനസ്സിലായത്. റോഷ്നി എന്ന പേര്. പിന്നെ സെക്കൻഡ് ഇയർ കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഹോട്ടലിൽ വെച്ചിട്ട് ചെറിയൊരു ഓപ്പോസിറ്റ് ആയിരുന്നു. അപ്പം അങ്ങനെ ഒരു ദിവസം രാത്രി എൻ്റെ കൂടെ. സത്യം? യെസ്. രാവിലെ തന്നെ ബോഡി ഷോ ആണോ ബോബി? നിനക്ക് നാണല്ലേ? നീ മലയാളികൾക്ക് തന്നെ അപമാനമാണല്ലോടാ. ഒന്ന് പോയാടി, ഒന്ന് അസൂയാണ്. എനിക്ക് അസൂയണ്ടായിട്ടല്ല, അവളെ നിനക്ക് സെറ്റാവില്ല, അതുകൊണ്ടാ. നിന്റെ കാശ് മാത്രല്ല, നിന്റെ അച്ഛന്റെ കാശ് കൂടി ഊറ്റിയെടുത്തോളൂ. സൂക്ഷിച്ചാ നിനക്കുള്ള. അച്ഛൻ്റെ കാശാ?
ആണോ ആരാണ് അവളോ? അതിനെന്താ ഞാൻ റെഡിയാക്കി തരാല്ലേ. സാറ് റൂം റെന്റ് അങ്ങോട്ട് പേ ചെയ്യും, സംഭവം റൂമിലെത്തും. താൻ തന്നെ നോക്കിയാണ്. മാഡം ഒരു മിനിറ്റ്, ഒരു കാര്യം സംസാരിക്കാം. ഒരു മിനിറ്റ് വഴിപാട്. ഈ ലൈറ്റ് ഒന്ന് ഓഫ് ആക്കാവോ? Can you turn off the lights please? ഓഫാക്കാം. രാവിലെ എണീറ്റപ്പോഴേക്കും അവള് പോയടാ. നീ അവളെ അന്വേഷിച്ചില്ലേ? ഞാൻ അന്വേഷിച്ചായിരുന്നു, അപ്പോഴത്തേക്ക് അവളോടൊന്ന് പോയിട്ടുണ്ടായിരുന്നു. ഇത് 1 night stand അല്ലേ? 1 night stand ഇവിടെ ഇപ്പം രണ്ടുപേരും ഇങ്ങനെ ഒരു രാത്രി മുഴുവൻ അധികം ഡീറ്റെയിൽസ് ഒന്നും ചോദിക്കാണ്ട് ജസ്റ്റ് ഇങ്ങനെ എൻജോയ് ചെയ്ത് പോകുന്നൊരു പരിപാടി. ഇത്ര വൃത്തിയായിട്ടുള്ളതായിട്ടാണ് ബോബേണ്ട കല്യാണം ഉറപ്പിച്ച് വെച്ചേക്കണേ. എടാ അതന്നെയല്ലേ ഞാൻ പറഞ്ഞത്. അല്ലെങ്കിൽ തന്നെ ആളുടെ കല്യാണമൊക്കെ ഞാനാ മുടക്കണമെന്നാണ് പറയണത് എന്തെങ്കിലും പറഞ്ഞിട്ട്. ഇപ്പം ഞാൻ ഇല്ലാണ്ട് പോയിട്ട് ഒറ്റക്ക് പണി മേടിച്ചല്ല. ഇതിപ്പോൾ എങ്ങനെ ഒഴിവാക്കാൻ പറ്റുമെന്ന് ആലോചിക്കും. ആലോചിക്കാനൊന്നുമില്ല, ചേട്ടനോട് കാര്യം പറയാം, അത്രേ ഉള്ളൂ. നീ ചെന്ന് അങ്ങോട്ട് പറഞ്ഞേച്ചാൽ മതി. എടാ അല്ലേ തന്നെ നീ ഉഴപ്പി പണ്ടാറണി കൊണ്ടാണ് MBA പാസ്സാവത്തെന്നാണ് പുള്ളി പറയണത്. അതിൻ്റെ പറയാണ് ഇത് പറയണത്. അതാണ് എനിക്ക് ടെൻഷൻ. ഞാനേ ആലോചിച്ചിട്ട് ഒരു വഴികൾ എനിക്കൂട്ടാ. എന്താണ് എനിക്കൂട്ടാ? ഇവളെ ഒഴിവാക്കാനായിട്ട് ഇവളായിട്ട് നിനക്കൊരു ബന്ധം ഉണ്ടായിരുന്നെന്ന് ചേട്ടനോട് നീ ഒന്ന് പറയൂ. എനിക്കാ അങ്ങനെ പറഞ്ഞാൽ പുള്ളി വിശ്വസിക്കും. എടാ നീ എത്ര പ്രാവശ്യം എൻ്റെ കൂടെ ബാംഗ്ലൂർ വന്നിട്ടുള്ള? അപ്പം ഞാൻ പറഞ്ഞ കഥയിൽ എനിക്ക് പകരം നിന്നെ ആക്കിയിട്ട് നീ ഒന്ന് പറഞ്ഞാൽ മതി. ചേട്ടനൊരു പാവമാണ്, അത് വിശ്വസിച്ചോളും. അത് വേണം. എടാ നീ ഒന്ന് ആലോചിച്ച് നോക്കിയാലോ, ഒരു ചേട്ടനോട് എങ്ങനെയാണ് ഒരു അനിയത് പറയണത്? അതെങ്ങാനും വീട്ടിലറിഞ്ഞാലേ കുടുംബം തകർന്നു. എടാ ബോബി, ഞാൻ പറയാ. നീ പറയോ? നീ ധൈര്യമായിട്ടിരിക്കുക, ഞാൻ പറഞ്ഞോളാം. എന്താടാ ഒരു പരുങ്ങല്? എന്നാ പോലീസ് സ്റ്റേഷനിൽ ഇറക്കിയ നന്ദി പറയാൻ വന്നാണ്. മറ്റൊരു നന്ദി. നീ ഞങ്ങളുടെ അനിയൻകുട്ടനല്ലേ അല്ലേ? അല്ല എന്നാലും പറയണോ? എന്തു പറയണോ? നന്ദി. നിനക്ക് 2 എണ്ണം അടിക്കണം അതല്ലേ? ശരിക്കും പറഞ്ഞ ഒരു പെണ്ണ് കാണാൻ പോകും, ഇഷ്ടപ്പെടുന്നതൊക്കെ രസകരമായ സംഭവങ്ങളാണ് അല്ലേ? അല്ലടാ അനികൂട്ടാ, ജീവിതത്തിലും മറക്കാൻ പറ്റാത്ത കാര്യങ്ങൾ അല്ലേ? വേണ്ട കല്യാണം ഉറപ്പിച്ചല്ലേ? ആ കല്യാണം നമുക്ക് ഗംഭീരമാക്കണം. ഈ നേരൊക്കെ ആയിട്ടൊരു ബന്ധം ഉണ്ടായിരിക്കുന്നത് നല്ലതല്ലേ അല്ലേ? പിന്നെ ഇതാണ് പെൺകുട്ടി. ഇവളാ? നിനക്കറിയൂളാ? പിന്നെ പരിചയമുണ്ട്. ബോബേട്ട, എനിക്ക് ഇവളെ ബാംഗ്ലൂർ വെച്ച് ഞാൻ കണ്ടിട്ടുണ്ട്. ഇവളെ എനിക്കറിയാം. എടാ ബോബി,
നമ്മൾ ഒരുമിച്ച് ബാംഗ്ലൂർ പോയപ്പോ ഞാൻ അവളെ കണ്ടിട്ടുണ്ട്. നിനക്ക് പരിചയം ഉണ്ടല്ല. ആ എന്താ കാര്യം? നീ എന്തൊക്കെ ഈ പറയണ? അത് ഞാൻ എല്ലാം പറയാൻ പോകട്ടെ. ഒരിക്കൽ ബാംഗ്ലൂർ വെച്ച് ഞങ്ങൾ ഫ്ലാറ്റിൽ ഒരുമിച്ചുള്ളപ്പോൾ ബോബി പതിവ് പോലെ പഠിക്കുകയായിരുന്നു. അപ്പോൾ ഞാനിവളെ കണ്ടിട്ടുണ്ട്. ഇങ്ങനെ ഒരു വൃത്തിയായിട്ട പെണ്ണിനാ ബോബേട്ടൻ കെട്ടരുത്. ബോബേട്ട കെട്ടല്ലേ ബോബേട്ട. അല്ലേലും ബോബേട്ടനോട് നിഷ്കളങ്കനായോണ്ട് ഇങ്ങനെ ആൾക്കാർ പറ്റിക്കാൻ നോക്കുമല്ലോ. ബോബേട്ടൻ ഈ ചതിക്കുഴിയിൽ വീഴരുതെന്നാണ് എൻ്റെ ഒരു ഇതെവിടെ പോണേ? ഓ മേറെ കാണണമെങ്കിൽ സമയം നോക്കണല്ലോ അല്ലേ? നിങ്ങൾ എന്നെ ചതിക്കാൻ നോക്കി. നിങ്ങളുടെ തെറ്റായ വഴികളിൽ വന്നിരിക്കുന്ന മണന്റെ തലയിൽ ഇട്ടിരിക്കാൻ നോക്കി ഇല്ലേ? കറുത്താവെന്ന് പറഞ്ഞ ഒരാൾ മുകളിലുണ്ട്. അതുകൊണ്ട് ഞാൻ സത്യം അറിയാം. അറിയോ എന്താ ഉണ്ടായതെന്ന് പറ. ഉണ്ടാക്കി തരാം. നിങ്ങൾ പൊന്നാറ മോളോട് ചോദിക്കും. ബാംഗ്ലൂര് ഞാനൊന്നും പറയാനില്ല. എത്ര പേരായിട്ട് നിങ്ങളുടെ മോൾക്ക്? വെറുതെ കള്ളുടിച്ച് അനാവശ്യം പറയരുത്. ഞാൻ കള്ളുടിക്കും. ഞാൻ കള്ളുടിച്ച് അനാവശ്യം പറയും. വേളം ഉണ്ടാക്കും. ബാംഗ്ലൂര് കണ്ണി കണ്ടമാരോടോ അഴിഞ്ഞാടി നടന്നിട്ട് ഇപ്പൊ എന്റെ തലയെ കെട്ടി വെക്കാൻ നോക്കണ. എല്ലാവരും ഉണ്ട് ഈ പോകുമ്പോ ഇവൻ എന്തൊക്കെയാ പറയുന്നത്? എനിക്കൊന്നും അറിയില്ല മമ്മി. എനിക്കൊന്നും അറിയില്ല മമ്മി. ഒരു കാര്യം പറയാം. ആരെങ്കിലും എന്തെങ്കിലും പറയുന്നത് കേട്ടിട്ട് വീട്ടിൽ വന്ന് ബഹളം ഉണ്ടാക്കരുത്. You can storm into the house and bloody make accusations against me. അങ്ങനെ ഒരാളെ എനിക്ക് വേണ്ട. ഞാൻ ഇതേപോലെ കാണുന്നതിന് അനിക്കുട്ടൻ പറഞ്ഞിട്ട് അതൊക്കെ അറിയണ വേണ്ടാന്ന് അവൾക്ക്. അവന്റെ കൂടെ കള്ളും കുടിച്ച് ഹോട്ടലിലും കറങ്ങിയാണ്. അങ്ങനെ ഒരു വേണ്ടത് വേണ്ടെന്ന് പറയാൻ ഞാനും കൂടെ പോകുന്നില്ല. ബോബേട്ടനെ കാണാനല്ല. ഇനി ബോബേട്ടനെങ്ങാനും മേറെ വീട്ടിൽ തീ വെച്ചാണ്ടാവോ? നീ എൻ്റെ കാര്യം ആക്കൊണ്ട് വല്ലയിടത്തും മിണ്ടാണ്ടി. അമ്മ ഇവിടെ നമ്മുടെ വീടിന് തീയിടുന്നു പറഞ്ഞ് കുറെ ആളുകൾ വന്നേക്കണടാ. നീ എവിടെയാണെന്നാണ് ഇവര് ചോദിക്കണത്. എന്താ എന്താണ്? എടാ എൻ്റെ വീടിന് തീ വെക്കാൻ വേറെ ആൾക്കാർ വന്നേക്കും. Dealing with that bullfish that comes my way. Dealing with that bullfish that comes my way. Man, I'm on my hood ish since 98. Mama stay hood rich, million dollar play. Dealing with that bullfish that comes my way. Dealing with that bullfish that comes my way. ഇതാരെ പാതിരാത്രി? ഡേയ് അന്നെടുത്തേ. അനിക്കുട്ടൻ
ഹലോ ഹലോ സുചേട്ടാ, ഒന്ന് പെട്ടെന്ന് എൻ്റെ വീട്ടിലേക്ക് ഒന്ന് ചെല്ലുമോ? എന്താടാ കാര്യം പറ. അതാ മേയർ സൗദാ ന്യൂസിൻ്റെ ആൾക്കാരെ എൻ്റെ വീട് കത്തിക്കുമെന്നും പറഞ്ഞ് പ്രശ്നം ഉണ്ടാക്കണമെന്ന്. ഒന്ന് വേഗം ചെല്ലുമോ? വീട് കത്തിക്കുന്ന എന്ത് കാര്യത്തിന്? എന്താ കാര്യമൊന്നും എനിക്കും അറിയാൻ പാടില്ല. ഞാൻ അവിടെ ഇല്ല, അതാണ്. ചേട്ടൻ ഒന്ന് വേഗം ചെല്ലാൻ പറ്റുമോ? നീ ഇപ്പൊ എവിടെയാ? അതെ, നാളെ ഗാന്ധിയാറിന്റെ വീട്ടിൽ പണിക്ക് പോക്കോളോട്ടാ. ചേട്ടാ അത് ഞാൻ പൊക്കോളാം. ചേട്ടൻ അത് എൻ്റെ വീട്ടിലേക്ക് ഒന്ന് ചെല്ല്, അല്ലെങ്കിൽ പ്രശ്നവും. അതാണ്. എന്ത് പ്രശ്നം? ഞാനിപ്പോ തന്നെ അങ്ങോട്ട് ചെല്ലടാ. ആർക്കും എത്ര ധൈര്യം ഒന്നും അറിയണമല്ല. ഓക്കെ. അതെ, നിങ്ങളിത് എങ്ങോട്ടാ ഈ രാത്രിയില്? എടിയാ അനിക്കുട്ടന്റെ വീട് മേയറുടെ ആൾക്കാർ കത്തിക്കാൻ വരുന്നു. എന്നാ അതൊന്നും അറിയണല്ല. നിങ്ങൾ അങ്ങോട്ട് എന്നിട്ട് എന്ത് ചെയ്യാനാ? നിങ്ങളെയും കൂടി അവരെ അതിനകത്തിട്ട് കത്തിക്കും. ഒറ്റയ്ക്ക് പോണോ? പോണോ? എന്നാ സഖാവ് പ്രകാശം കൊണ്ട് വിളിക്കാം. അവനാകുമ്പോ മുമ്പിൽ നിന്ന് എരുന്ന് മേടിച്ചോളൂ. ആ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യും. ഇവളിപ്പോ എണീറ്റ് വന്നാ ഇല്ലിപ്പോ ചെന്ന് കയറി കൊടുത്തേനെ. സഖാവേ ചോദിക്ക സഖാവേ. വന്ന് നീയൊക്കെ എന്റെ ലോക്കലിൽ കയറി കളിക്കാൻ തുടങ്ങിയല്ലേ? ഞങ്ങൾ അനിക്കുട്ടനെ കൊണ്ടേ പോകൂ. കൊണ്ടേ പോകൂ. അരിക്കൂട്ടനെ ആയിരിക്കൂല. നീയൊക്കെ നല്ല തല്ലുകൊണ്ട് ഇവിടുന്ന് പോകും. ഇത് സ്ഥലം പേരാണ്. മക്കള് വിട്ടോ? മതി മതി, ഇവിടെ വിളവൊന്നും വേണ്ട. നാട്ടുകാർ കൂടിയിട്ടുണ്ട്. ആ സഖാവ് പ്രകാശനോടുണ്ട്. ഒരു കാര്യം ചെയ്യ്, തൽക്കാലം ഒന്ന് മാറി നിൽക്ക്. ഉത്തരവ് കിട്ടിയാ? ഞങ്ങളിപ്പോ പോവാം. അതാ നല്ലത്. പക്ഷെ പ്രശ്നം ഇവിടെ കൊണ്ട് തീർന്നു വിചാരിക്കണ്ട. ആ ചെല്ലി പടിയായിക്കോ. വിട്ടോ, അതാ നിനക്കൊക്കെ നല്ലത്. ഇല്ല നിന്റെയൊക്കെ വീട്ടിൽ ഞാൻ കയറും. എന്തിനാടാ? ടൈലിടാനോ? അല്ല, കാര്യങ്ങളൊന്നും സംസാരിക്കാൻ വേണ്ടി. അതിപ്പോ താങ്കളുടെ വീട്ടിലാണെങ്കിലും എന്റെ വീട്ടിലാണെങ്കിലും സംസാരിച്ച തീരത്തെ പ്രശ്നങ്ങളില്ലല്ലോ. പ്ലീസ്. ഗുഡ് നൈറ്റ്. ടെൻഷൻ ആവല്ലോ, നമുക്ക് എന്തെങ്കിലും ചെയ്യാം. എനിക്ക് എന്ത് മാങ്ങാത്തൊലി ചെയ്യാനാണ്? പാപ്പാടെ വള്ളിയായില്ലേ? ബോബൻ ചേട്ടൻ എന്താണ് എൻ്റെ പേര് മേയറോട് പറയാൻ പോയത്? മാങ്ങാത്തൊലി. ഓ, എനിക്കുണ്ടല്ലോ. ഇനി എന്ത് ചെയ്യുമെന്ന് പറയടാ. എനിക്ക് ആലോചിച്ചിട്ട് ഒരു എത്തും പിടിയും കിട്ടാണെന്ന്. എത്തും പിടിയും കിട്ടണല്ലേ? ഞാൻ കിട്ടിച്ചേരാ. ആ മേയറുടെ മോളായിട്ട് അവിഹിതം നിനക്കാണെന്നുള്ള കാര്യം മേയറോടും നിന്റെ ബോബൻ ചേട്ടനോടൊക്കെ അങ്ങോട്ട് ഞാൻ പറയാം. അപ്പൊ കിട്ടൂലേ? ആ കിട്ടൂടാ. നീ വാ പറ, പിന്നെ എല്ലാവരുടെയും പ്രശ്നം തീരട്ടെ. ആ തീരട്ടെ. അത് നീ എങ്ങനെ ബോബേട്ടനോട് പറഞ്ഞാൽ അതിന് മുമ്പ് ഞാൻ ട്രെയിന് തല വെക്കും. നീ വെയിറ്റ് ചെയ്, വേറെ എന്തെങ്കിലും മാർഗം ഉണ്ടാന്ന് നോക്കട്ടെ. ഇത് ചാകാനാ? ചാകാനല്ലടാ, ഇതിന് രക്ഷപ്പെടാൻ. എന്ത് ചെയ്യാനാ? ഫോറിൻ ലിക്കർ വല്ല ഇരിപ്പണ്ട. ആ ഇരിപ്പുണ്ട്. എന്താടാ? ആ ചേട്ടൻ വന്നു. ചേട്ടൻ മേയറിൻ്റെ വീട്ടിൽ പോയിട്ട് എന്താ പറഞ്ഞത്? അനിക്കുട്ടിൻ്റെ വീട് കത്തിക്കാനായിട്ട് ആരോ പോയിട്ടുണ്ടായിരുന്നു അവിടെ. വീട് കത്തിക്ക്? ആ, ഞാൻ അറിയാതെ അനുകൊണ്ട് ഇവൻ്റെ വീട് മാത്രമല്ല നമ്മുടെ വീടും ബിസിനസ് എല്ലാം തകർക്കും അവര്. മേയറായിട്ടുള്ള ഏറ്റുമുട്ടിയിട്ടുള്ളത്. എത്രയും പെട്ടെന്ന് വികാരിച്ചതിനോട് കാര്യം പറയണം. ഇതെങ്ങനെയെങ്കിലും സോൾവ് ചെയ്യണ്ടേ? നീ ഇന്നിവിടെ പോകണ്ട. ആ ഇരിപ്പുണ്ട്, ഇവിടെ ഉണ്ടല്ലോ. സംസാരിക്കും സഖാവേ. ആ, ഇന്നലെ രാത്രി എവിടെയായിരുന്നു? കണ്ടില്ല. ആയിരിക്കും ഇരിക്കാൻ. നല്ല രാത്രി സഖാവേ ഒന്നില്ലായിരുന്നെങ്കിൽ വേറെ ആൾക്കാരുടെ വീട് കത്തിച്ചേനെ. ഞങ്ങൾ നന്ദി പറയാൻ വന്നാണ്. അടിക്കില്ലെന്നറിയാം, പക്ഷെ എന്നാലും വിദേശ മദ്യം ഇതിൻ്റെയൊക്കെ വല്ല ആവശ്യമുണ്ടായിരുന്നു. ഇന്ത്യൻ നിർമ്മിതിയല്ലല്ലോ. അല്ല, എന്നാൽ ഇതിനൊടുക്കാം.
ഇന്ത്യൻ മദ്യം പുള്ളിക്ക് ഒട്ടും ഇഷ്ടമില്ലെന്ന്. ഈ കുടിയന്മാരെ ഒരു കാര്യം. എന്തൊരു എരിവപ്പോ. വെറും വയറ്റിലായതുകൊണ്ടായിരിക്കും. പുറത്തായി പോയി അകത്തായിരുന്നെങ്കിൽ വെറുതെ പൊളിച്ച. സത്യത്തിൽ മേയറായിട്ട് എന്താ പ്രശ്നം? ഒരു കല്യാണാലോചനയാണ് ശരിക്കും പ്രശ്നം. ഈ ബോബിയുടെ ചേട്ടൻ ബോബേട്ടൻ മേയറുടെ മോളായിട്ട് കല്യാണം ഉറപ്പിച്ചേക്കായിരുന്നു. ചില പേഴ്സണൽ കാര്യം കൊണ്ട് ബോബേട്ടൻ ആ കല്യാണത്തിൽ നിന്ന് പിന്മാറി. അത്രേ ഉള്ളു സീൻ. അല്ല, അതിനവര് നിന്റെ വീടിന് കത്തിക്കണത്. ആ എന്തിനാണ് മേയർ വിചാരിച്ചേക്കുന്നത് ഈ പ്രശ്നത്തിൻ്റെയൊക്കെ കാരണക്കാരൻ ഈവനാണെന്നാണ്. ഒരു തെറ്റിദ്ധാരണയാണ്. ആ തെറ്റിദ്ധാരണ സഖാവൊന്ന് ഇടപെട്ടൊന്ന് ക്ലിയർ ചെയ്ത് തരണം. തെറ്റിദ്ധാരണ മാറാതിരിക്കാം. ബോബിനെ കല്യാണത്തിൽ നിന്ന് ഒഴിഞ്ഞല്ല. പിന്നെ ഈ മേയർ ഇതിൻ്റെ അകത്തുനിന്ന് പ്രശ്നം ഉണ്ടാക്കിയിട്ട് അവർക്ക് എന്താ പ്രയോജനം? അല്ല, ഞങ്ങൾക്കത് മനസ്സിലാവാത്ത. പക്ഷെ അതല്ല, സഖാവിൻ്റെ ഒക്കെ ലോക്കലിൽ കയറി അവന്മാർ പ്രശ്നം ഉണ്ടാക്കാൻ എങ്ങനെ ധൈര്യം കാണിക്കണത്? അതാണ് മെയിൻ. നിങ്ങൾ പേടിക്കണ്ട. ഇനി ഇവിടെ ഒന്നും പ്രശ്നം ഉണ്ടാക്കരുത്. ഞാൻ അവരൊന്നും താല്പര്യമില്ല. എന്നാ വെജു